എങ്ങോട്ടാ? പള്ളിയിലേക്കാണോ? പള്ളി പോവാ. വീട്ടില് കാറ് കിടക്കണ്ടല്ല, എന്തിനാ നടന്നു പോണേ? കാറ് വീട്ടിൽ കിടക്കണ്ട്, ജിമ്മിലും പോണ്ട്. പക്ഷെ നടന്നു പോകുമ്പോ കുറച്ചുകൂടി വ്യായാമം കിട്ടില്ല. അതുകൊണ്ടാ ഞാനിങ്ങനെ നടന്നു പോവാന്ന് വിചാരിച്ചു. എന്തോരം സ്വർണ്ണിട്ടിട്ട് പള്ളിയിൽ പോണേ? വെറുതെ വീട്ടിലിരിക്കുന്ന ആഭരണങ്ങളല്ലേ, പള്ളി പോകുമ്പോ ഇടാന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ടോ ഇത് കാണാൻ? മാല നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് വാങ്ങിക്കണം ഇങ്ങനത്തെ ഒരു ഡിസൈൻ. ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായി. ഇതുപോലത്തെയാ? പോട്ടെ, കുർബാനയ്ക്ക് നേരം വൈകിട്ടാ. ഓ, പോണ പോക്കണ്ടില്ലേ? ഇപ്പൊ ആളെ മാത്രമേ പള്ളി ചെന്ന ആൾക്കാർ നോക്കുള്ളൂ. ഞങ്ങളൊന്നാ വെറുതെ. അങ്ങനെ ആയാലും ശരിയാവില്ലല്ലോ. ഹലോ ചേട്ടാ, എന്റെ മാലേ എത്രയും പെട്ടെന്ന് മാറ്റി വാങ്ങിക്കണം കേട്ടോ. എന്റെ പോലത്തെ തന്നെ മാല നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അവള് വാങ്ങിക്കാൻ പോണ്ട്. എന്റെ പോലത്തെ മാല ഒരാൾ ഇവിടെ ഇട്ടുണ്ട് നടക്കണ്ട. ഇപ്പൊ തന്നെ പൈസ അയക്കണം കേട്ടാ. ശരി എന്നാ. എന്നമ്മേ ഇത് എവിടെ നോക്കിട്ട് വണ്ടി ഓടിക്കണേ? വൈക്കിട്ട് വീട് പോണേ. ചേച്ചിക്ക് സുഖമായി പോണെങ്കിൽ അപ്പുറത്തെ പറമ്പുകൂടി മേടിച്ചിട്ടേ റോഡ് വീതി കൂട്ടിപ്പോ. ഭർത്താവ് ഗൾഫിലല്ലേ? അല്ല പിന്നെ. അങ്ങനെ വെട്ടാൻ പറ്റുമോ? അല്ല ചേട്ടാ, ഞാൻ പള്ളി പോകാൻ സമയത്ത് സ്കൂട്ടർ എന്റെ മേത്തിടിക്കാൻ വന്നേ. അപ്പൊ അവള് പറഞ്ഞുകൊണ്ട് പോയി, വൈക്ക് വീതിയില്ല, ആ പറമ്പ് അങ്ങോട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ആ പറമ്പിൽ ഇപ്പൊ തന്നെ കരാർ എഴുതാൻ പോകണ്ടാ. എന്റെ പൈസ കൊണ്ട് ഇട്ടോട്ടാ, ഇപ്പൊ തന്നെ ഇടണട്ടാ. വേറെ ശേഷമൊന്നുമില്ല. ശരി എന്നാ. അല്ല എന്തേട്ടാ, എന്റെ മാലയുടെ സ്ഥലത്തിന്റെ കാര്യം ശരിയാ സെറ്റാക്കിയില്ലേ? അതെ, ജോലി പോയിട്ട് ഉള്ള ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പൊ ഇനി നാട് കാണാൻ പറ്റുമെന്നുള്ളത് കൂടി നമുക്കറിയില്ല. അതുപോലത്തെ സ്ഥിതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോണത്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളൊക്കെ നമ്മളെല്ലാം റിയൽ ലൈഫ് ഒന്ന് മനസ്സിലാക്കി ജീവിക്കാനായിട്ട് പഠിക്കണം. ശരി എന്നാട്ടാ. ഹലോ, രമേശൻ വക്കീലല്ലേ? ഒരു ഡിവോഴ്സ് കൊടുക്കാനായിട്ട് അതിന്റെ പ്രൊസീജിയർ എന്താ വക്കീല്? എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഡിവോഴ്സ് വേണം. ഞാനിന്ന് ഓഫീസിലേക്ക് വരാട്ടോ. ശരിട്ടെന്നാ വക്കീലേ. അത് ആരാണാവത്? ഇയാളെന്തിനാവോ പിന്നെയും വിളിക്കണേ? ഹലോ ഹലോ, ഒരു സന്തോഷ വാർത്ത. ഒരു 50 കോടി അടിച്ചിട്ടുണ്ട്. 50 കോടിയോ? ചേട്ടാ, ഞാനുണ്ടല്ലോ ചേട്ടാ, ഞാൻ ഇപ്പൊ വഴിക്കൂടെ നടന്നു പോകണം. ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാത്ത ചേട്ടനെ. ഓ, ഇപ്പൊ തന്നെ ഞാൻ എന്റെ വക്കീലിനെ വിളിക്കട്ടെ. ഹലോ, രമേശൻ വക്കീലല്ലേ? ഞാനിപ്പോ തന്നെ ഡിവോഴ്സ് പെറ്റീഷനല്ലേ, അത് മൂവ് ചെയ്യണ്ട കേട്ടോ. എന്റെ നല്ലവനായ ചേട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കേട്ടോ വക്കീലെ. ശരി എന്നാട്ടോ വക്കീലെ.